അല്ലെ നീ എന്താ കുറച്ചു നേരമായിട്ട് ഇങ്ങനെ സെറ്റ് അടിച്ചു കിടക്കണേ? ഞാൻ ഒരു കാര്യം ആലോചിച്ചത്, നമ്മുടെ കൂട്ടത്തില് 3 പേരുണ്ട്. നമ്മളൊരു ഗ്യാങ്ങല്ലേ, എവിടെ പോലും ഒന്നിച്ചാണ്. ഞാൻ ആലോചിച്ചപ്പം നമ്മൾ ഞാനാണെങ്കിൽ കാണാനുള്ളത് കുറച്ച് ഭംഗിയുള്ളത്. അപ്പൊ എന്റെ കല്യാണം ആയിരിക്കും പെട്ടെന്ന് നടക്കണത് ആയിരിക്കും. അപ്പം എന്റെ കല്യാണം കഴിഞ്ഞ് ഞാനും നീയും ഇവരും കൂടി സദ്യ കഴിക്കും. അവള് സദ്യ കഴിക്കുന്ന ആലോചിച്ച് നോക്കാം. ശരിയാണ് കേട്ടാ. ഞാനപ്പുറത്ത് അവനപ്പുറത്ത് നീ അവളെ നടുക്ക്. പക്ഷെ അവളുടെ പപ്പട എനിക്ക് വിടാൻ കേട്ടോ. പപ്പടം എനിക്ക് പറ്റില്ലടാ. എനിക്ക് മാക്സിമം 2-3 ഞാൻ എക്സ്ട്രാ തരാം. അത് പറ്റില്ല. പപ്പടം നല്ല കളിയില്ല. പപ്പടം എനിക്ക് വേണം. പപ്പടം എന്റെ കല്യാണം ഞാൻ പറ്റില്ല. അവള് ചോദിക്കില്ലേ പപ്പടം പോലും സൂക്ഷിക്കാൻ കഴിവില്ലെന്ന്. എന്നും പറഞ്ഞ് പപ്പടം തരില്ല. എന്റെ അടുത്ത് എന്റെ ഭാര്യ ഒന്നിരിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പപ്പടം എടുക്കും. എന്റെ പണ്ട് പപ്പടം പിടിച്ചോണ്ട് നീയാതെ പിടിച്ച പപ്പടം തൊടും. എന്തിന് എനിക്ക് പപ്പടം ഇഷ്ടമാണ്. അത് ഞാൻ കഴിക്കും. എനിക്ക് പപ്പടം ഇഷ്ടം. പറ്റൂല. കയ്യാവാ രാത്രി മറങ്ങൂല. എന്റെ അപ്പം കഥ ഓർമ്മ നോക്കുമ്പേ നിങ്ങൾക്ക് സുദർശനക്രം പോലെ എന്റെ കയ്യിൽ നിന്ന് കറങ്ങും. പിന്നെ നീ ആരുടെ ബ്രഹ്മാവാ ഇങ്ങനെ കറക്റ്റാ ഇങ്ങനെ ഒറ്റയ്ക്ക് ചാടിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പപ്പടം വേണം. പപ്പടം എനിക്ക് സത്യം ഇറങ്ങത്തില്ല. പറ്റില്ല. പപ്പടം എന്നാ തോന്നുന്നത് എന്റെ പെണ്ണെന്നെ ചോദിക്കും. എന്റെ പപ്പടം പോലും കാക്കാൻ പറ്റാത്ത മൊണ്ണയാണ് ചേട്ടൻ. കാശി നീ എന്തിനാണ് അടി ഉണ്ടാക്കി? നിനക്ക് പപ്പടം കിട്ടിയ നീ കല്യാണം കഴിഞ്ഞ പിന്നെ നീ എന്തിനാണ് ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കിയത്? വീട്ടിൽ പോയാ കയറി ആൾക്കാരെ എന്തിനാ അടി കൂടിയത്? അടി ഉണ്ടാക്കിയത് ഇല്ലാത്ത പെണ്ണ് ഇല്ലാത്ത പപ്പടം. മുത്തേന